മുതിർന്ന നടിയും അമ്മ സംഘടനയിലെ ആജീവനാന്ത അംഗവുമായ മല്ലിക സുകുമാരനാണ് അപ്പോൾ ഉള്ളത്. തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വാർത്തയിൽ നിൽക്കുന്നത്. അമ്മ സംഘടനയിലെ ബാബുരാജിൻ്റെ സംഭവത്തിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ കുറച്ച് പേര് ആരോപണ വിധേയരായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ വിളിക്കുന്നു, അപ്പോൾ പോട്ടെ ഇപ്പോഴെന്നല്ല, ഒരാളെ പുറത്താക്കിയത് ഷമ്മി തിലകരെ വിശദീകരണം എഴുതി തരണമെന്ന് പറഞ്ഞിട്ടാണ് അല്ലേ? അങ്ങനെ ഷമ്മി തിലകനൊരു നിയമമുണ്ടെങ്കിൽ നസീർ സാറിനെ പറഞ്ഞ ടിനി ടോമും വിശദീകരണം ചുമ്മാ മൈക്കിലൂടെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ പോരാ. അങ്ങനൊരു സിസ്റ്റം മാറ്റുക, മറിക്കുക, വേണമെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ വേണ്ട, അതാരാ തീരുമാനിക്കുന്നത്? അത് ചെയ്യരുത്. സ്പോൺസറെ കൊണ്ട് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് ഇത്രയും ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നതോ അത് ഒരു തെറ്റ് ചെയ്യുന്നതോ അതുമായിട്ട് അത് താരതമ്യപ്പെടുത്തരുത്. പെൻഷൻ വാങ്ങിക്കുന്നവർ നിൽക്കാൻ പാടില്ല, ആരോപണ വിധേയരായവർ നിൽക്കാൻ പാടില്ല. എന്നാൽ പിന്നെ പെൻഷൻ വാങ്ങിക്കുന്നവർ നിന്നാൽ എന്താ? ഇത്രയും വലിയ ഗുരുതര ആരോപണങ്ങളുള്ളവർക്ക് നിൽക്കാമെങ്കിൽ പെൻഷൻ അവരൊന്ന് വീട്ടിൽ ചോദിച്ചോ, എങ്ങനെയെങ്കിലും എനിക്ക് പെൻഷൻ തായോ എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ അതൊരു വിശദീകരണം അംഗങ്ങൾക്കെങ്കിലും നൽകേണ്ടതുണ്ട്. അതാ ഞാനും പറഞ്ഞത്. കുറേ പേർക്ക് ഒരു നിയമം, കുറേ പേർക്ക് ഈ നിയമം ബാധകമല്ല, അത് തെറ്റാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരാൾ എന്തുകൊണ്ട് മാറണ്ട എന്ന് തീരുമാനിച്ചു എന്നുണ്ടെങ്കിൽ വേറെ കാരണങ്ങളുണ്ടായിരുന്നു. പൃഥ്വിരാജ് അടക്കമാണെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ പല കാര്യങ്ങളിലും വിമർശനം ഉന്നയിച്ചവരാ. പുതിയ മുഖം വേണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് അമ്മയ്ക്ക്. പക്ഷെ അങ്ങനെ ഒരു മുഖം വരുന്നില്ല. അതെന്തുകൊണ്ടായി? അല്ല, ഇതാണ് ഞാൻ പറഞ്ഞത്. കാരണം അവിടെ ഒരാൾ വിചാരിച്ചാൽ നന്നാക്കാവുന്ന ഒരു സംഘടന അല്ല അമ്മ. വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നവരുടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വരണം. അനൂപ് ചന്ദ്രൻ പറഞ്ഞത് ചിലർക്ക് സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. ബാബുരാജ് മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാർത്ഥ താല്പര്യം കൊണ്ടായിരിക്കാം. പിന്നെ കുറച്ച് സിൽബന്ധികളുണ്ട് എന്നാണ് പറഞ്ഞത്. ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, എല്ലാവരും ഈ ഒരു കാരണത്തിൽ ഇറങ്ങിപ്പോയി. എന്തിനാ പിന്നെ ദിലീപിനെ പുറത്താക്കുക? ദിലീപ് ചുമ്മായിരിക്കുക, അതൊക്കെ കോടതി തെളിയിക്കണമെന്ന് പറഞ്ഞാൽ പോരെ? ഇത് ചീത്തപ്പേര് വരെ മുഴുവൻ വരുന്നതൊക്കെ ഞങ്ങൾക്കൊക്കെയാണ്. ഞങ്ങളാരും ഇത് അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അതിനകത്ത് തന്നെ നാടകം കളിക്കുക, ബാക്കിയുള്ളവരുടെ പുറത്ത് പഴി കൊണ്ടുവയ്ക്കുക. പിന്നെ സിദ്ദിഖാണോ ഇത് കേസ് പോയിട്ടുണ്ട്, പോലീസ് കേസ് പോയിട്ടുണ്ട്, വരട്ടെ, തെറ്റുണ്ടെങ്കിൽ ശരി, മാറണമല്ലോ. തെറ്റ് ചെയ്തവർ മാറണം. ഈ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അമ്മ ഒരു മാതൃകാ സംഘടനയായിട്ട് നിൽക്കണം. ഒരു നിയമം ബാബുരാജിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കപ്പെടുമ്പോൾ ഇതുപോലെ സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് സംശയം ഉണ്ടാകും. 6 പേര് മത്സര രംഗത്തുണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. ജഗദീഷ്, ശ്വേത മേനോൻ, ദേവൻ അടക്കമുള്ളവർ. ഒരു നല്ല മുഖം അമ്മയ്ക്ക് വരും എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. തമാശ പറയല്ല. കാരണം വരുമായിരിക്കാം, വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ മമ്മൂട്ടി, മോഹൻലാലും ആണ് ഞങ്ങളുടെ ഇപ്പം അവർക്ക് വല്ല ചെയർമാനെന്നോ വൈസ് ചെയർമാനെന്നോ അവരെ ഇതിൻ്റെ രക്ഷിതാക്കളാക്കി ഇരുത്തുക. അത് മതി. അവരുടെ പേരുണ്ടെങ്കിലേ ഇത് പോവുള്ളൂ.